You guys may ask why. ഭയങ്കരമായിട്ട് നമ്മൾ ഗ്രൈൻഡ് ചെയ്തുകൊണ്ടിരിക്കണം. സോഫ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് കുട്ടീനൊക്കെ നല്ലോണം എൻജോയ് ചെയ്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇറ്റ്സ് ബെറ്റർ ടു ഡു 75 ഡേയ്സ് സോഫ്റ്റ്. കുട്ടീനൊന്നും ഉണ്ടായിരുന്നില്ല. ആ റൂട്ടീനൊക്കെ ഞാൻ റൂട്ടീനായിട്ട് വന്നതും പിന്നെ ഞാൻ ബുക്സ് വായിച്ചു തുടങ്ങി. ബുക്സ് വായിക്കാൻ ഒട്ടും ഇഷ്ടമുള്ള ഒരാളായിരുന്നു. ആ ബുക്സ് വായിച്ച് ഞാൻ കഷ്ടപ്പെട്ട് നിങ്ങളുടെ അപ്ഡേറ്റ്സ്, നിങ്ങളുടെ ഗ്ലോ അപ്പ് അപ്ഡേറ്റ്സ് ഒക്കെ എനിക്ക് ഷെയർ ചെയ്യാനായിട്ട് മറക്കരുത്. Also in every week and I'm going to reflect and share my glow up updates with you guys. Hi, welcome to Grow Girl. So I have seen this 75-day hard and 75-day soft all over the internet. So let's see what is actually 75-day hard and 75-day soft. ഒരു 6 months മുമ്പ് ഞാൻ 75-day hard ചെയ്തിട്ടുണ്ട്. അതിലൂടെ എന്റെ സ്കിൻ ആയാലും എന്റെ ബോഡി ആയാലും എന്റെ റൂട്ടീൻ ആയാലും ഒക്കെ ഞാൻ അതിലൂടെ മാറ്റിയെടുത്തിട്ടുണ്ട്. ബട്ട് നൗ ഐ ഡിസൈഡഡ് ടു ഡു 75-day soft challenge. And you guys may ask why. സി ഞാൻ ലേസി ആയതുകൊണ്ടോ അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് മൂടി ആയതുകൊണ്ടല്ല ഞാൻ 75-day സോഫ്റ്റ് ചെയ്യുന്നത്. സോഫ്റ്റ് എന്ന് വിചാരിക്കുമ്പോൾ പലർക്കും ഒരു ചിന്തയുണ്ടാവും, ഹാർഡ് എന്ന് പറയുമ്പോൾ കുറച്ച് അധികം ഉണ്ടാവും സോഫ്റ്റ്. എക്സാക്ട്ലി. ബട്ട് ഹാർഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് നമ്മളെ ഗ്രൈൻഡ് ചെയ്തുകൊണ്ടിരിക്കണം. സോഫ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് റൂട്ടീനിൽ അഡോപ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു സിസ്റ്റമാണ് 75-day സോഫ്റ്റ് എന്ന് പറയുന്നത്. ഞാൻ എന്നില് ഡിസിപ്ലിൻ എന്ന് പറയുന്നത് സസ്റ്റൈനബിളും എപ്പോഴും നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന ഡിസിപ്ലിൻ ആയിരിക്കണം എന്നുള്ളൊരു തോട്ട് ഉള്ളതുകൊണ്ടാണ് ഞാൻ 75-day സോഫ്റ്റ് ചെയ്യാം എന്ന് വിചാരിച്ചത്. ബിക്കോസ് 75-day ഹാർഡ് ഇസ് ലൈക്ക് ബേണിംഗ് ഔട്ട്. നമ്മൾ കുറെ ഗ്രൈൻഡ് ചെയ്യണം, നമ്മളെപ്പോഴും അതിന്റെ പിന്നാലെ കിടന്ന് നടക്കേണ്ടി വരണം. ഐ മീൻ ഇറ്റ്സ് വെരി ഇന്റൻസ്. ലൈക്ക് 45 മിനിറ്റ്സിന് 2 വർക്ക്ഔട്ട് ഒക്കെ ഉണ്ടാവും. അതൊക്കെ നമുക്ക് ചെയ്യാൻ ഭയങ്കര ഇന്റൻസീവ് ആണ്. അത് അത്രയ്ക്ക് നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് നിങ്ങളുടെ റൂട്ടീൻ അത്രയ്ക്ക് ഹാർഡ്ലി ഒരു ചെയ്യണം എങ്കിൽ യു ക്യാൻ ഡിസൈഡ് ടു ഡു ദിസ് 75-day ഹാർഡ്. ഓർ എൽസ് നിങ്ങൾക്ക് ഒരു സോഫ്റ്റ് ലൈഫ് വേണം, നിങ്ങൾക്ക് നിങ്ങളുടെ റൂട്ടീനൊക്കെ നല്ലോണം എൻജോയ് ചെയ്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇറ്റ്സ് ബെറ്റർ ടു ഡു 75-day സോഫ്റ്റ്. ആൻഡ് ദ ബെസ്റ്റ് പാർട്ട് ഇസ് യു ക്യാൻ ജോയിൻ വിത്ത് മീ. What is actually 75-day hard versus 75-day soft? 75-day hard ഒരു mental toughness program ആണ്. It is strict and intense. 75-day ഹാർഡില് ഫസ്റ്റത്തെ കാര്യം എന്ന് പറയുന്നത് 45 മിനിറ്റ്സിന്റെ 2 എക്സസൈസ് ആണ്. അതിൽ ഒരെണ്ണം ഔട്ട്സൈഡ് ആണ് നമ്മൾ ചെയ്യേണ്ടത്. ഒരു 6 മാസം മുമ്പ് ഞാൻ ഇത് ചെയ്തിരുന്ന സമയത്ത് ഞാൻ ജിമ്മിക്ക് പോണത് കുറച്ച് ദൂരം ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ എന്ത് ചെയ്യും, ഈ 45 മിനിറ്റ്സ് അല്ലെങ്കിൽ ഐ മീൻ അങ്ങോട്ട് പോലും ഇങ്ങോട്ട് വരില്ലൊക്കെ 45 മിനിറ്റ്സ് ആവും ഏകദേശം. സോ ഞാനത് നടക്കാം, ലൈക്ക് വാക്കിംഗ് ആണ് എന്റെ 45 മിനിറ്റ്സിന്റെ ഔട്ട്സൈഡ് എക്സസൈസ്. ഓക്കെ. ആൻഡ് ദ സെക്കൻഡ് വൺ ഇസ് ടു ഫോളോ എ സ്ട്രിക്ട് ഡയറ്റ് വിത്തൗട്ട് എനി ചീറ്റ് മീൽസ്. നിങ്ങൾക്ക് ബർഗറോ നിങ്ങൾക്ക് ഷുഗറോ ഇതൊക്കെ നിങ്ങൾ കട്ട് ചെയ്യേണ്ടി വരും. നിങ്ങൾക്ക് ഒരു സ്ട്രിക്ട് ഡയറ്റ്, നിങ്ങളുടെ എന്തൊക്കെ നിങ്ങൾക്ക് കഴിക്കണം, ലൈക്ക് കാലത്തൊട്ട് എന്തൊക്കെ നിങ്ങൾ നല്ല സ്ട്രിക്റ്റ് ആയിട്ട് അത് ഡെയിലി ഫോളോ ചെയ്യണം. ഇറ്റ്സ് കൈൻഡ് ഓഫ് ഹാർഡ്, റൈറ്റ്? തേർഡ് വൺ ഇസ് ടു ഡ്രിങ്ക് എ ഗാലൺ ഓഫ് വാട്ടർ. ഒരു ഗാലൺ എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 3.7 ഓർ നിയർ ടു 4 liters ഓഫ് വാട്ടർ നിങ്ങൾ ഡെയിലി കുടിക്കേണ്ടി വരും. ഫോർത്ത് വൺ ഇസ് റീഡ് 10 pages ഓഫ് നോൺ ഫിക്ഷൻ ബുക്സ്. അപ്പൊ ഞാൻ എന്റെ കുറെ ബുക്സിന്റെ റിവ്യൂസോ അല്ലെങ്കിൽ ഞാൻ ആ ബുക്സിൽ നിന്ന് മനസ്സിലാക്കിയ കുറച്ച് വീഡിയോസ് ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ കുറച്ചധികം ബുക്സ് ഒക്കെ വായിച്ചിട്ടുണ്ടായി 6 months മുമ്പ്. അപ്പൊ ഇത് ചെയ്യണ സമയത്ത് വായിച്ചിരുന്ന നോൺ ഫിക്ഷൻസ് ബുക്കൊക്കെയാണ് ഈ ആറ്റമിക് ഹാബിറ്റ്സും എല്ലാം ഞാൻ പറഞ്ഞിരുന്ന എല്ലാ ബുക്സും. സോ ഇത് നോൺ ഫിക്ഷൻ ആയിരിക്കണം എന്ന് ഭയങ്കര നിർബന്ധം. ലൈക്ക് ഫിക്ഷൻ സ്റ്റോറി നമുക്ക് വായിക്കാൻ പറ്റില്ല. ടേക്ക് ഇറ്റ് ഡെയിലി പ്രോഗ്രസ് പിക്ചർ. നിങ്ങളുടെ ഡെയിലി നിങ്ങൾക്ക് ഏതൊക്കെ ഇപ്പൊ വെയിറ്റ് ലോസ് ആണെങ്കിലും എന്താണെങ്കിലും നിങ്ങൾ ഡെയിലി ഒരു പിക്ചർ നിങ്ങൾ എടുക്കുക. നിങ്ങളുടെ ഡെയിലി ഉള്ള പ്രോഗ്രസ് പിക്ചേഴ്സ് നിങ്ങൾ എടുത്ത് സേവ് ചെയ്ത് വെക്കുക ഈ 75-day ഹാർഡില്. നിങ്ങൾക്ക് ഇപ്പൊ പനിയോ ടയറോ എന്ത് വന്നാലും ഈ ഒരു റൂട്ടീൻ ഉണ്ടല്ലോ നിങ്ങൾ ഫോളോ ചെയ്ത് പോണം 75-day ഹാർഡ്. ഇപ്പൊ ആൽക്കഹോൾ പാടില്ല, ഒന്നും ലൈക്ക് ചീറ്റ് മീൽസ്, ആൽക്കഹോൾ ഒന്നും പാടാണ്ട് കറക്റ്റ് ഈ റൂട്ടീൻ ഫോളോ ചെയ്യുന്നതാണ് 75-day ഹാർഡ്. അഥവാ നിങ്ങളിപ്പോ ഇത് ബ്രേക്ക് ചെയ്തെന്ന് വിചാരിക്കും, 75 ഡേയ്സിന്റെ ഉള്ളിൽ ഇപ്പൊ ഒരു 10ാമത്തെ ദിവസത്തിൽ നിങ്ങൾ ബ്രേക്ക് ചെയ്തെന്ന് വിചാരിക്കും, നിങ്ങൾ ഇത് ഓവറോൾ ആദ്യം തൊട്ട് തുടങ്ങണം. ലൈക്ക് 75 എന്ന് പറയുന്നത് അത് കറക്റ്റ് ആ റൂട്ടീൻ സിസ്റ്റമാറ്റിക്കലി ഫോളോ ചെയ്യുന്നതാണ്. അത് ബ്രേക്ക് ചെയ്യാൻ പാടില്ല. ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ അപ്പൊ തന്നെ നമ്മളത് വീണ്ടും ഒന്നിന്ന് തുടങ്ങണം. ഓക്കെ, ദിസ് ഇസ് വാട്ട് 75-day ഹാർഡ് ഈസ് അബൌട്ട്. അപ്പൊ ഇത് ചെയ്തിരുന്ന സമയത്താണ് ഞാൻ എന്റെ വെയിറ്റ് ലോസ് ജേർണിയിൽ ഉണ്ടായിരുന്നതും എന്റെ റൂട്ടീൻ, എനിക്ക് കറക്റ്റ് നല്ല റൂട്ടീനൊന്നും ഉണ്ടായിരുന്നില്ല. ആ റൂട്ടീനൊക്കെ ഞാൻ റൂട്ടീനായിട്ട് വന്നതും പിന്നെ ഞാൻ ബുക്സ് വായിച്ചു തുടങ്ങിയത്, എനിക്ക് ബുക്സ് വായിക്കാൻ ഒട്ടും ഇഷ്ടമില്ലാത്ത ഒരാളായിരുന്നു. ആ ബുക്സ് വായിച്ച് ഞാൻ കഷ്ടപ്പെട്ട് ലൈക്ക് 75-day ഹാർഡിന് വേണ്ടിയിട്ട് ഞാൻ ഇരുന്ന് വായിച്ചു തുടങ്ങിയപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാനിപ്പോ എപ്പോഴും ബുക്സ് വായിക്കാറുണ്ട്. എപ്പോഴും എൻ്റെ അടുത്ത് ഓരോ ബുക്സ് ഞാൻ പുതിയത് മേടിക്കുക ഒരെണ്ണം കഴിയുമ്പോൾ. ആക്ച്വലി ഇതുകൊണ്ട് എനിക്ക് നല്ല ഉപകാരം ഉണ്ടായിട്ടുണ്ട് 75-day ഹാർഡിലൂടെ. ബട്ട് നമുക്ക് എപ്പോഴും ഈ ഒരു മൈൻഡ് സെറ്റ് ഇല്ലേ, ഭയങ്കര ഹാർഡായിട്ട് ചെയ്യണം, അത് എല്ലാവർക്കും ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല. അപ്പൊ അതിന് ഇപ്പൊ എനിക്ക് ശരിക്കും 75-day ഹാർഡ് ചെയ്യാനുള്ള ഒരു എന്താ പറയാ മൈൻഡ് സെറ്റ് ഇല്ല. ബിക്കോസ് 75-day ഹാർഡ് ഭയങ്കര ഇന്റൻസ് ആണ്. ഇതിന് വേണ്ടിയിട്ടുള്ള ടൈം ഇപ്പൊ 45 മിനിറ്റ്സ് ഔട്ട്സൈഡ് വർക്ക്ഔട്ട് ചെയ്യാന്നൊക്കെ പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് പോസിബിൾ, റൈറ്റ്? അപ്പൊ നമുക്ക് 75-day സോഫ്റ്റ്, ലൈക്ക് ഇപ്പൊ നിങ്ങളൊരു ബിഗിനർ ആണ്, നിങ്ങളുടെ റൂട്ടീൻ ബിഗിൻ ചെയ്യണ ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് 75-day സോഫ്റ്റിന് തുടങ്ങാം. ലൈക്ക് ഇറ്റ്സ് എ ഗുഡ് സ്റ്റാർട്ടിങ്.
When it comes to 75 days soft, it's like a chill sister of your 75-day heart. ഇതിൽ പ്രത്യേകിച്ച് ഭയങ്കര ഇന്റൻസീവ് ട്രെയിനിങ്സ് ഒന്നുമില്ല. എല്ലാ റൂട്ടീനും ഭയങ്കര സസ്റ്റൈനബിൾ ആണ്. നമ്മൾ നല്ല റൂട്ടീനിലാണ്, ബട്ട് നമുക്ക് ഇതൊക്കെ ഫോളോ ചെയ്യാനും പറ്റും എന്നുള്ളൊരു സിസ്റ്റമാണ് 75 ഡേയ്സ് സോഫ്റ്റിനുള്ളത്. ഞാൻ ചെയ്യാൻ പോണത് 75 ഡേയ്സ് സോഫ്റ്റ് ആണ്. സോ ഹിയർസ് വാട്ട് ഐ വിൽ ബി ഡൂയിങ് ഡ്യൂറിംഗ് മൈ 75 ഡേയ്സ് സോഫ്റ്റ് ജേർണി. ഫസ്റ്റ് വൺ ഇസ് വൺ വർക്ക്ഔട്ട്, ലൈക്ക് എനി കൈൻഡ്. ഇപ്പൊ ഒന്നില്ലെങ്കിൽ ഞാൻ തന്ന നിങ്ങൾക്ക് 20 മിനിറ്റ്സിന്റെ എക്സസൈസിന്റെ വർക്ക്ഔട്ട് ഫോളോ ചെയ്യാം, ഓർ ഈവൻ വാക്കിംഗ്. നിങ്ങൾക്ക് 10K സ്റ്റെപ്സ് നടക്കാം, അതൊരു വർക്ക്ഔട്ടാണ്. ഏതെങ്കിലും ഒന്ന് വർക്ക്ഔട്ട് നിങ്ങൾക്ക് ചെയ്യാം. നിങ്ങൾക്ക് അത്രയ്ക്ക് മടിയാണെങ്കിൽ യു ക്യാൻ ഡു എനി വൺ ഓഫ് ദ വർക്ക്ഔട്ട്. ഇപ്പോൾ കറന്റ്ലി ഞാൻ ഇവിടുത്തെ ജിമ്മിന് ജോയിൻ ചെയ്തിട്ടുണ്ട് എന്റെ ഫ്രണ്ടിന്റെ കൂടെ. സോ ഐ ആം വർക്കിംഗ് ഔട്ട് ഇൻ ജിം. ഓക്കെ, ഇപ്പൊ ഞാൻ എന്റെ ലൈഫ് അപ്ഡേറ്റ്സ് ഒക്കെ നിങ്ങൾക്ക് തരുന്നതാണ് ഈ വീഡിയോയിലൂടെ. ഓൾസോ ഞാൻ എന്റെ 75 ഡേയ്സ് സോഫ്റ്റ് ചാലഞ്ച് ഇപ്പൊ പറയുന്ന പോലെ തന്നെ ഞാൻ എന്റെ ഡെയിലി ലൈക്ക് എല്ലാ വീക്ക് സൺഡേസ് ഒക്കെ ആവുമ്പോൾ ഞാൻ നിങ്ങൾക്ക് എന്റെ വീക്ക്ലി അപ്ഡേറ്റ്സ് ഞാൻ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും. സെക്കൻഡ് വൺ ഈസ് ഈറ്റ് മോസ്റ്റ്ലി ക്ലീൻ ബട്ട് ഫ്ലെക്സിബിൾ. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും കഴിക്കാം, അത് നിങ്ങളുടെ ബോഡിക്ക് നല്ലതാവണം, അത്രേ ഉള്ളൂ. ലൈക്ക് വെജീസും മിൽക്കും ലൈക്ക് എന്തൊക്കെയാണോ പോയ്സണസ് അല്ലാത്തത് നിങ്ങൾക്ക്, ലൈക്ക് ഇപ്പോൾ ജങ്ക് ഫുഡ് ഒന്നും കഴിക്കാണ്ട്, റിഫൈൻഡ് ആയിട്ടുള്ള ഷുഗർ ഒന്നും കഴിക്കാണ്ട് നല്ല നല്ല ഫുഡ്സ് കഴിക്കുക ഫ്ലെക്സിബിൾ ആയിട്ട്. ഇറ്റ്സ് ഓൾ അബൌട്ട് ഈറ്റിംഗ് ക്ലീൻ ആൻഡ് ബീങ് ജെന്റിൽ ടു യുവർ ബോഡി. സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഇത് ഈ സ്മൂത്തി കുടിക്കണം അങ്ങനെ ഒന്നുമില്ല. നിങ്ങൾക്ക് എന്താണോ നിങ്ങൾക്ക് കഴിക്കാൻ തോന്നിക്കണം എന്ന് വെച്ചാൽ അത് കഴിക്കാം. അതിപ്പോ നിങ്ങൾക്ക് ഫ്ലെക്സിബിൾ ആയിട്ടിരിക്കും. ഇപ്പൊ വീട്ടിൽ കടല ഉള്ളതെന്ന് വെച്ചാൽ അന്നത്തെ ദിവസം കടല വെച്ച് നമുക്ക് ഒരു സാലഡ് ഒക്കെ ഉണ്ടാക്കാം. അതാണ് ഫ്ലെക്സിബിൾ എന്നുള്ളതിൽ ഉദ്ദേശിക്കുന്നത്. ജസ്റ്റ് മേക്ക് ഷുവർ ദാറ്റ് യു ആർ ഈറ്റിംഗ് ക്ലീൻ ആൻഡ് യു ആർ ബീങ് ജെന്റിൽ വിത്ത് യുവർ ബോഡി, അത്രേ ഉള്ളൂ. തേർഡ് വൺ ഈസ് ഹൈഡ്രേറ്റ് വെൽ. 2 to 3 liters ഓഫ് വാട്ടർ ഇസ് ഇനഫ്. ഇപ്പൊ നിങ്ങൾക്ക് 2 ലിറ്റർ വെള്ളം ഡെയിലി കുടിക്കാം. ഒട്ടും വെള്ളം കുടിക്കാത്ത ആൾക്കാരാണെങ്കിൽ 2 ലിറ്റർ അറ്റ്ലീസ്റ്റ് കുടിക്കാം. അല്ലെങ്കിൽ 2 to 3 liters ഈസ് ഓൾസോ ഫൈൻ. ഹൈഡ്രേറ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ സ്കിന്ന് ഗ്ലോ ആവും. ഓൾസോ ഇറ്റ് ഈസ് എ ഡീടോക്സ് ടു യുവർ ബോഡി. നിങ്ങളുടെ ബോഡിയിലെ ഇംപ്യൂരിറ്റീസ് ഒക്കെ റിമൂവ് ചെയ്യാനായിട്ട് വാട്ടർ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ഫോർത്ത് വൺ ഇസ് ജേർണൽ ഓർ റീഡ് ഫോർ 10 minutes. നിങ്ങൾക്ക് ഇതിലിപ്പോ നോൺ ഫിക്ഷൻ ബുക്സ് തന്നെ വായിക്കണമെന്നൊന്നുമില്ല. നിങ്ങൾക്ക് ഫിക്ഷണൽ ബുക്സ് അല്ല, അതിപ്പോ 10 minutes ഡെയിലി ഒരു 10 minutes നിങ്ങൾക്ക് റീഡിങ്ങിനോ അല്ലെങ്കിൽ ജേർണൽ ചെയ്യാനായിട്ടോ മാറ്റി വെക്കാം, അത്രേ ഉള്ളൂ. ജേർണലിംഗ് എന്ന് പറയുമ്പോൾ നമ്മുടെ ജേർണലിംഗ് പലതരം ഉണ്ട്. നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിംഗ് ഉണ്ട്, അല്ലെങ്കിൽ നമുക്ക് ഡെയിലി ജേർണലിംഗ് ഉണ്ട്. അതൊക്കെ നമ്മുടെ ഒരു ഫ്ലെക്സിബിൾ, നമുക്ക് എന്താണോ ഇഷ്ടം പോലെ ഇരിക്കും. ഞാൻ കൂടുതലും ചെയ്യാറുള്ളത് ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിംഗ് ആണ്. ഞാൻ കാലത്ത് തന്നെ ഞാൻ എന്തൊക്കെ തിങ്സിനാണ് ഹാപ്പി എന്നുള്ളത് ഒരു 5 തിങ്സ് എഴുതി വെക്കും. പിന്നെ ഇപ്പൊ എനിക്ക് എന്തെങ്കിലും വിഷമങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞാനൊരു ഡയറി പോലെ ജേർണൽ ചെയ്യും. അതൊക്കെയാണ് എന്റെ ഒരു ജേർണലിംഗ് എന്ന് പറയുമ്പോൾ. ഞാൻ കൂടുതലും ഫിക്ഷൻ ബുക്സ് വായിക്കാറില്ല. എനിക്ക് കൂടുതലും ഞാൻ 75 ഡേ ഹാർഡിൽ നോൺ ഫിക്ഷൻ ബുക്സ് വായിച്ച് എനിക്ക് കൂടുതലും ഗെയിനിങ് കിട്ടുന്നത് നോൺ ഫിക്ഷൻ ബുക്സിൽ നിന്നാണ്. ഫിഫ്ത്ത് വൺ ഇസ് ഡൂയിങ് സംതിങ് ഫോർ സെൽഫ് കെയർ. നിങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ഒരു പാക്കോ, നിങ്ങളുടെ ബോഡിക്ക് ഒരു നല്ല ഗുഡ് ഷവറോ, ലൈക്ക് ഡെയിലി നമ്മൾ എപ്പോഴും റഷ് ആയിട്ടല്ല പോവുക. അപ്പോൾ ആഴ്ചയിൽ ഒരു ദിവസം നമുക്ക് നമ്മുടെ ബോഡിയൊക്കെ ക്ലീൻ ആക്കണം, നമ്മുടെ റൂമൊക്കെ ക്ലീൻ ആക്കാനും നമുക്കൊരു സെൽഫ് കെയർ, നല്ലൊരു നമ്മുടെ ഹെഡിനായാലും ഓയിൽ മസാജിങ് ആയാലും ഫേസിനായാലും എല്ലാത്തിനും ഒരു മസാജോ അല്ലെങ്കിൽ നല്ലൊരു എന്താ പറയാ മാസ്ക് ഒക്കെ ഇട്ടിരിക്കുക, എന്തെങ്കിലും നാച്ചുറൽ മാസ്കോ അല്ലെങ്കിൽ ഷീറ്റ് മാസ്കോ എന്തെങ്കിലുമൊക്കെ ഇട്ടിരിക്കുക, ലൈക്ക് സെൽഫ് കെയർ കൊടുക്കാം നമ്മൾക്ക്. അതാണ് ആഴ്ചയിൽ ഒരു ദിവസം. ഇറ്റ്സ് ഓൺലി വീക്ക്ലി വൺസ്. ഓക്കെ, അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ടൈം കൊടുക്കുക. ദാറ്റ് ഇസ് ഓൾ അബൌട്ട് സെൽഫ് കെയർ. പിന്നെ സ്കിൻ കെയറും നിങ്ങളുടെ ബാക്കിയുള്ള എക്സസൈസ് എന്നൊക്കെ പറയുന്നത് ഡെയിലി കൊടുക്കുക. സ്കിൻ കെയർ ഇപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ കുരുക്കളോ പിമ്പിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെതായ സെറം കാര്യങ്ങളൊക്കെ സ്കിൻ കെയർ ചെയ്യുക. അല്ലാണ്ട് ഇതൊന്നും മൈൻഡ് ആക്കാണ്ട് അങ്ങനെ ഇരിക്കട്ടെ എന്ന് വിചാരിക്കരുത്. ലൈക്ക് നമ്മളെ തന്നെ കെയർ ചെയ്യാനായിട്ട് നോക്കുക. ഇറ്റ്സ് നോട്ട് അബൌട്ട് ഭംഗിക്ക് വേണ്ടി അല്ലെങ്കിൽ പോലും ഇറ്റ്സ് അബൌട്ട് ലുക്കിംഗ് ക്ലീൻ, റൈറ്റ്? തലവേദന ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പൊ നിങ്ങൾക്ക് തലവേദനയ്ക്ക് നിങ്ങൾ മരുന്ന് കഴിക്കില്ല. അതുപോലെയാണ് നമ്മുടെ സ്കിന്നിൽ എന്തെങ്കിലും കുരുക്കളും, നമുക്ക് ഇതുവരെ വരാത്ത കുരുക്കളും കാര്യങ്ങളൊക്കെ വന്നാൽ നമ്മളത് കെയർ ചെയ്യണം. അല്ലാണ്ട് അത് കുരു അല്ലേ, അത് കുഴപ്പമില്ല, മുഖമായ കുരുവൊക്കെ വരും, പക്ഷെ കുരു വരണേന്ന് നമ്മൾ അതിനെ മാറ്റാനായിട്ടുള്ള പ്രിക്വേഷൻസ് അല്ലെങ്കിൽ റെമഡീസ് ഒക്കെ നമ്മൾ നോക്കുക. ഓക്കെ, അല്ലാണ്ട് കുരു വന്നു അത് മുഖത്ത് കുരു അങ്ങനെയല്ല നമ്മൾ വിചാരിക്കേണ്ടത്. അത് നമ്മൾ മാറ്റാനായിട്ട് ശ്രമിക്കണം. ലുക്ക് മാറ്റേഴ്സ്. ഓക്കെ, ലുക്ക് ഓൾവേസ് മാറ്റേഴ്സ്. ഈ ലുക്ക് മാറ്റർ അല്ല എന്നൊക്കെ പറയണവരൊക്കെ വെറുതെ പറയുന്നതാണ്. ലുക്ക് ഓൾവേസ് മാറ്റേഴ്സ്. ലുക്ക് വെച്ചിട്ട് നമുക്ക് പല രീതിക്കുള്ള പ്രിവിലേജസ് കിട്ടും. ഇറ്റ്സ് നോട്ട് അബൌട്ട് ബീങ് എക്സ്ട്രീംലി ബ്യൂട്ടിഫുൾ, ബട്ട് ക്ലീൻ ആയിട്ട് നമ്മൾ മര്യാദക്കുള്ള മേക്കപ്പ്, നമ്മൾ മര്യാദയ്ക്ക് നമ്മുടെ ഡ്രസ്സിംഗ് ഒക്കെ ക്യാരി ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് പ്രിവിലേജസ് അതിൽ നിന്ന് കിട്ടും. കുറെയൊക്കെ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ലൈക്ക് നമ്മളെ കാണുമ്പോൾ തന്നെ കുറെ ആൾക്കാർക്ക് നമുക്ക് അതിൽ നിന്ന് പ്രിവിലേജസ് കിട്ടാനായിട്ട് കുറെ സ്കോപ്സ് ഉണ്ട്. എനിക്ക് കിട്ടിയിട്ടുണ്ട്. സോ ഇറ്റ്സ് ഓൾവേസ് അബൌട്ട് കെയറിങ് യുവർ സെൽഫ്. ഓൾവേസ് ഡു കെയർ യുവർ സെൽഫ്. ഓൾവേസ് ഡു ദ സ്കിൻ കെയർ. നിങ്ങൾക്ക് സെൽഫ് കെയർ ചെയ്യുക, എല്ലാം ചെയ്യാം. നിങ്ങൾക്ക് പ്രയോറിറ്റി കൊടുത്ത് എല്ലാ കെയറിങ്ങും നിങ്ങൾ ചെയ്യുക. അതിന് വേണ്ടിയിട്ട് മടി പിടിച്ചിരിക്കരുത്. നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് കുറെ അവരെ ആശ്വസിപ്പിക്കാനൊക്കെ നമ്മൾ സമയം കളയുന്നുണ്ട് നല്ലോണം. അപ്പൊ അതിൽ നിന്ന് ഒരു ഇത്തിരി സമയം നിങ്ങൾക്ക് വേണ്ടി എടുക്കുക.
സിക്സ്ത് വൺ ഈസ് ടേക്ക് വീക്ക്ലി പ്രോഗ്രസ് ഫോട്ടോ. ഡെയിലി എടുക്കണ്ട, നിങ്ങൾക്ക് വീക്ക്ലി നിങ്ങളുടെ പ്രോഗ്രസ്, നിങ്ങളുടെ ഫേസ് ആയാലും നിങ്ങളുടെ ബോഡി ആയാലും വീക്ക്ലി നിങ്ങൾ ഫോട്ടോസ് എടുക്കാൻ നോക്കുക. നിങ്ങൾക്ക് 75 days സോഫ്റ്റിൽ ഇപ്പോൾ റെസ്റ്റ് ഇസ് ഫൈൻ, ഓക്കെ, റെസ്റ്റ് ഇസ് ഓക്കെ, ബട്ട് ഡു നോട്ട് ഗിവ് അപ്പ്. ഇപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ദിവസം നിങ്ങൾക്ക് പനി പിടിച്ചു, നിങ്ങൾക്ക് ഈ റൂട്ടീൻസ് ഒക്കെ കറക്റ്റ് ഒരു പെർഫെക്ഷൻ വന്നില്ലെങ്കിലും കുഴപ്പമില്ല, നമുക്ക് വീണ്ടും ഈ 75 day ഹാർഡിൽ നമുക്ക് ഒരു ചെറിയൊരു റെസ്റ്റ് ഗിവിംഗ് ഫാക്ടർ ഉണ്ട്. അപ്പൊ റെസ്റ്റ് ഇസ് ഓക്കെ, ബട്ട് നെവർ ഗീവ് അപ്പ്. അത്രേ ഉള്ളൂ. നമ്മൾ ഇപ്പോൾ ഒരു ദിവസം ഒന്ന് ലാഗ് ആയി കഴിഞ്ഞാൽ പിറ്റേ ദിവസം അപ്പൊ തന്നെ ക്യാരി അപ്പ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റണം. നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ ഉണ്ടാവും, ഞാൻ എന്തിനാ ഈ 75 days സോഫ്റ്റ് ചൂസ് ചെയ്യണേന്ന്. കാരണം എന്റെ ഇപ്പോഴത്തെ റൂട്ടീൻ എന്ന് പറയുന്നത്, ഞാനൊരു ഹോസ്റ്റലിലാണ് ആൻഡ് 75 day ഹാർഡ് ക്യാൻ ബി എ റിയലി മെസ്സി ഫോർ മീ. അതെനിക്ക് ഒരു കറക്റ്റ് എന്താ പറയാ ഔട്ട്പുട്ട് ചിലപ്പോൾ പ്രൊവൈഡ് ചെയ്യില്ല. ഞാൻ എന്തായാലും പകുതിക്ക് വെച്ച് ചിലപ്പോൾ ടയേർഡ് ആവും, ബ്രേക്ക് ചെയ്യേണ്ടി എന്തായാലും വരും. അപ്പൊ എനിക്ക് എന്തായാലും സസ്റ്റൈനബിൾ ആയിട്ടുള്ള റൂട്ടീൻ വേണം. അതുകൊണ്ടാണ് ഞാൻ 75 days സോഫ്റ്റ് ചൂസ് ചെയ്യുന്നത്. It's like a glow up routine that you can actually stick to. ഈ routine actually perfect ആണ് for students, for working girls, and ഒരു റൂട്ടീൻ ഫോളോ ചെയ്യാനായിട്ട് ഓവർവെൽംഡ് ആയിട്ടുള്ള ആൾക്കാർക്കും ഈ റൂട്ടീൻ, ഈ 75 days സോഫ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ റൂട്ടീൻ കറക്റ്റ് ആവുന്നത് നിങ്ങൾക്ക് കാണാം. അപ്പൊ നിങ്ങൾ ഭയങ്കര ഓവർവെൽംഡ് പേഴ്സൺ ആണ് ആൻഡ് നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് റൂട്ടീൻ ട്രൈ ചെയ്യണമെന്നുണ്ട്, നിങ്ങളുടെ മെന്റലി ഗ്ലോ അപ്പ് ചെയ്യുന്നുണ്ട് എന്നൊക്കെ ഉണ്ടെങ്കിൽ ഈ 75 days സോഫ്റ്റ് നിങ്ങൾക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നത് നല്ലതായിരിക്കും. ഈ 75 days ഞാൻ ചെയ്യുന്ന ഓരോ പ്ലാൻസ് ആണ് ആൻഡ് ഓരോ റൂട്ടീൻസ് ആണ്. ഇഫ് യു വാണ്ട് യു ക്യാൻ ആൾസോ ട്രൈ ദിസ്. ട്രൈ എന്നൊന്നും ഞാൻ പറയില്ല, യു ഹാവ് ടു ഡു ദിസ്, ഓക്കെ. ഇപ്പൊ നിങ്ങൾ എന്റെ ചാനൽ കാണുന്ന ഒരാളാണെങ്കിൽ നിങ്ങളുടെ റൂട്ടീൻ കറക്റ്റ് ആക്കാനായിട്ട് ഡു ദിസ് റൂട്ടീൻ. ഡെയിലി ചെയ്യേണ്ട ഓരോ കാര്യങ്ങളാണ്: ഡ്രിങ്ക് 2 to 3 liters ഓഫ് വാട്ടർ, ഡൂയിങ് എക്സസൈസ്, ദാറ്റ് ക്യാൻ ബി ഔട്ട്സൈഡ് ഓർ ഇൻസൈഡ്, നിങ്ങളുടെ ഇഷ്ടം. ഡൂയിങ് 20 minutes എക്സസൈസ് ഓരോ വാക്കിങ്ങോ എന്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. ഈറ്റ് അറ്റ്ലീസ്റ്റ് 80% ഓഫ് ക്ലീൻ, ഓക്കെ. ഇപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പുറത്തുനിന്ന് എപ്പോഴെങ്കിലും ഒക്കെ മേടിക്കണം എന്നുണ്ടെങ്കിൽ ഒരു മാസത്തിൽ ഒരു വട്ടം വേണമെങ്കിൽ ജങ്ക് ഫുഡ്, ഓക്കെ. ജങ്ക് ഫുഡ് ഇസ് നോട്ട് എ ബെറ്റർ ഓപ്ഷൻ, ബട്ട് ഒരു മാസത്തിൽ ഒരു ദിവസം ഇറ്റ്സ് ഓക്കെ. ബട്ട് മാക്സിമം നിങ്ങൾ 80% ക്ലീൻ ആയിട്ട് കഴിക്കേണ്ടെന്ന് ഉറപ്പ് വരുത്താം. നിങ്ങൾ ഈ റൂട്ടീനിലാവുമ്പോൾ നിങ്ങൾ ജേർണൽ ചെയ്യാതെ റിഫ്ലക്ട് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങളുടെ ഡയറി ആയിട്ട് ഒരു 75 days വേണ്ടിയിട്ട് ഒരു ഡയറി ആയിട്ട് വെക്കുക. അപ്പൊ നിങ്ങൾക്ക് പിന്നെ ഈ 75 days ഒക്കെ കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ നിങ്ങളുടെ ഓരോ റൂട്ടീനും ഓരോ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് തന്നെ ഭയങ്കര പ്രൗഡ് ഫീൽ ആവും. നിങ്ങൾക്ക് വേണമെങ്കിൽ വീക്ക്ലി പിക്ചേഴ്സ് ഒക്കെ എടുക്കില്ലേ, ഈ പിക്ചേഴ്സ് വേണമെങ്കിൽ നിങ്ങളുടെ ജേർണലിൽ ആ ലാസ്റ്റ് ഒരു വീക്ക് ഉണ്ടാവല്ലോ, ആ വീക്കിന്റെ അവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ സ്റ്റിക്ക് ചെയ്യാം. അപ്പൊ പിന്നീട് നിങ്ങൾ ഫ്യൂച്ചറിൽ ഈ ജേർണലൊക്കെ എടുത്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ ഒരു പ്രൗഡ് ഫീൽ കിട്ടും. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ റൂട്ടീനൊക്കെ ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്ത എഫേർട്ട് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇപ്പൊ എപ്പോഴെങ്കിലും നിങ്ങൾ ഭാവിയിൽ എന്തെങ്കിലും ഡൗൺ ആയിട്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ എന്നെ കൊണ്ട് ഇത് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്, ഇതൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. സോ ഒരു മോട്ടിവേഷൻ ആയിരിക്കും ഇത് നിങ്ങൾക്ക്. സ്കിൻ കെയർ ആൻഡ് സെൽഫ് കെയർ ആക്ടിവിറ്റി, ഇതിനെ പറ്റി പിന്നെ എക്സ്ട്രാ ഒന്നും പറയേണ്ട ആവശ്യമില്ല. ലുക്ക് മാറ്റേഴ്സ്. ഓൾവേസ് റിമെമ്പർ ദാറ്റ് ലുക്ക് ആൻഡ് മണി മാറ്റേഴ്സ്. അതൊരു ഹാർഷ് ട്രൂത്ത് ആണ്. കുറെ പേര് പറയും ഇറ്റ് ഡസന്റ് മാറ്റർ, ബട്ട് ആക്ച്വലി ദിസ് ഓൾ തിങ്സ് മാറ്റർ. ലുക്ക് എന്ന് പറയുമ്പോൾ എക്സ്ട്രീംലി ബ്യൂട്ടിഫുൾ ആവേണ്ട ആവശ്യമില്ല. നിങ്ങളെ ക്യാരി ചെയ്യുന്ന രീതികളാണ് എക്സ്ട്രീംലി ബ്യൂട്ടിഫുൾ ആയിട്ട് കണക്കൂട്ടണേ. ചില കുട്ടികളൊക്കെ നല്ല ഭംഗിയിലേ ജനിച്ചിട്ടുണ്ടാവും, പക്ഷെ എന്ന് വിചാരിച്ചിട്ട് see if they don't carry themselves very well, then it's a waste, right? അപ്പൊ നിങ്ങളിപ്പോ ഇപ്പൊ ഐശ്വര്യം അതൊന്നല്ല. ആക്ച്വലി നിങ്ങളെ ക്യാരി ചെയ്യണ രീതി, നിങ്ങളുടെ ഡ്രസ്സിങ്ങും നിങ്ങളുടെ മേക്കപ്പും കാര്യങ്ങളും ഒക്കെയാണ് മെയിൻ തിങ്. ആൻഡ് ഓൾസോ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഗ്രൂം ചെയ്യണ ടൈം, നിങ്ങളുടെ സ്കിൻ കെയർ, നിങ്ങൾ എന്തൊക്കെ ഫേസിൽ അപ്ലൈ ചെയ്യുന്നുണ്ട്, മേക്കപ്പ് ആയാലും അത് കുറച്ചുകൂടി നല്ല ബ്രാൻഡൊക്കെ യൂസ് ചെയ്യാൻ നോക്കുക. ഇപ്പൊ സ്കിൻ കെയർ ആയാലും അതൊക്കെ മര്യാദയ്ക്ക് നിങ്ങളൊന്ന് സെർച്ച് ചെയ്ത് നിങ്ങളുടെ സ്കിന്നിനെ പറ്റിയുള്ള സ്കിൻ കെയർ ഒക്കെ നോക്കുക. അതൊക്കെയാണ് നിങ്ങളെ ക്യാരി ചെയ്യണ ഒരു ഫാക്ടേഴ്സ്. നമ്മളെ പുറത്തുനിന്ന് ക്ലീൻ ആയിട്ട് അല്ലെങ്കിൽ ഗ്രൂംഡ് ആയിട്ട് കാണുമ്പോൾ തന്നെ ആൾക്കാർക്ക് അതാണ് ലുക്ക്. ദാറ്റ്സ് വാട്ട് ലുക്ക് ഇസ്, ഓക്കെ. ഈ റൂട്ടീനിൽ തന്നെ നിങ്ങൾ നിങ്ങളുടെ സ്റ്റെപ്സ് ട്രാക്ക് ചെയ്യുക. അറ്റ്ലീസ്റ്റ് 8K വരെ നിങ്ങൾക്ക് നടക്കാം. സ്റ്റെപ്സ് കൗണ്ട് ചെയ്യാനായിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന ആപ്പാണ് ഫിറ്റ്നസ്. ആപ്പ് സ്റ്റോറിലോ പ്ലേ സ്റ്റോറിലോ ഒക്കെ നിങ്ങൾക്ക് പലതരം ആപ്സ് കാണാൻ പറ്റും. അത് ഏതാന്ന് വെച്ചാൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഞാൻ യൂസ് ചെയ്യുന്ന ആപ്പാണ് ഫിറ്റ്നസ്. ഇറ്റ്സ് ആക്ച്വലി ആക്യുറേറ്റ്. ഈ ഫോൺ പിടിച്ചിട്ട് ഞാൻ അങ്ങോട്ട് ഇങ്ങോട്ട് നടക്കുന്നതാണ് എന്റെ 10K സ്റ്റെപ്സ്. അല്ലാണ്ട് പ്രത്യേകിച്ച് വേറെ ഡിവൈസസ് ഒന്നും ഞാൻ അതിന് യൂസ് ചെയ്യാറില്ല. അപ്പൊ ഈ റൂട്ടീൻസ് ഒക്കെ നിങ്ങൾ ഫോളോ ചെയ്യുമ്പോൾ നിങ്ങളുടെ അപ്ഡേറ്റ്സ്, നിങ്ങളുടെ ഗ്ലോ അപ്പ് അപ്ഡേറ്റ്സ് ഒക്കെ എനിക്ക് ഷെയർ ചെയ്യാനായിട്ട് മറക്കരുത്. ആൻഡ് ഓൾസോ ഇൻ എവറി വീക്ക് ആൻഡ് ഐ എം ഗോയിങ് ടു റിഫ്ലക്ട് ആൻഡ് ഷെയർ മൈ ഗ്ലോ അപ്പ് അപ്ഡേറ്റ്സ് വിത്ത് യു ഗൈസ്. 75 days ഓഫില് ഞാൻ എങ്ങനെയാണ് എന്റെ മൈൻഡ് സെറ്റും എന്റെ ലുക്സും എന്റെ ഫിസിക്കൽ ഹെൽത്തും എല്ലാം ഞാൻ എങ്ങനെയാണ് ഇംപ്രൂവ് ചെയ്യണമെന്ന് ഈ 75 daysനുള്ളിൽ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ എന്റെ കൂടെ 75 days ഓഫ് ചാലഞ്ചിന് റെഡി ആണെങ്കിൽ ഡോണ്ട് ഫോർഗെറ്റ് ടു കമന്റ് സ്റ്റാർ ഇൻ ദ കമന്റ് ബോക്സ്. നോ പ്രഷർ, no perfection, just soft, slow self-improvement. So എന്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. Also don't forget to like, share and subscribe to my channel. I will be giving you a weekly updates. എല്ലാ വീക്കും ലാസ്റ്റ് ആവുമ്പോൾ ഒരു what I done in a week for 75 days soft എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ഇടുന്നതായിരിക്കും. So don't forget to subscribe so you can know that ഞാൻ എന്തൊക്കെയാണ് ചെയ്തിരുന്നതും എന്റെ റൂട്ടീൻ എന്താണെന്നൊക്കെ നിങ്ങൾക്ക്
കാണാൻ പറ്റും. ഞാൻ നിങ്ങൾക്ക് എന്റെ റൂട്ടീനൊക്കെ ഷെയർ ചെയ്യണ പോലെ തന്നെ നിങ്ങളും നിങ്ങളുടെ റൂട്ടീൻസ് ഒക്കെ എനിക്ക് ഷെയർ ചെയ്യുക. യു ക്യാൻ കമന്റ് ഓൺ മൈ ചാനൽ ഓർ യു ക്യാൻ ജിമെയിൽ മീ ഓർ യു ക്യാൻ വാട്ട് എവർ ലൈക്ക് ഇൻസ്റ്റയിലോ എവിടെയെങ്കിലും നിങ്ങൾക്ക് മെസ്സേജ് ഇടാൻ പറ്റും. So let's glow up together. So till then, choosy.